അകത്തുള്ള പ്രശ്നമായിട്ടോ അകത്തുള്ള പ്രശ്നം അല്ല അവിടെ ഐസൊലേറ്റർ ഓഫ് വെച്ചേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അവർക്ക് ഉണ്ണീസ് ടെക് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് ഉള്ളതുണ്ട്. ഒരു കൊയിലാണ്ടി ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ട് നാളെ ചെക്ക് ചെയ്യാനായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കിന് വന്നാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ക്ലിപ്പ് നമ്മുടെ ഒരു ലൈൻമാൻ ചെക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ആദ്യം പറയുന്ന ഒരു കേസാണ്. അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയിട്ടുള്ള ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഹൈ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ ആദ്യം പറയുന്ന ഒരു കേസാണ് നിങ്ങളുടെ വീടിന്റെ അകത്തെ പ്രശ്നമാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2 ദിവസം മുമ്പ്, 10 ഇന്ന് എത്രാം തീയതി 13. അപ്പൊ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ 12-ാം തീയതി, 11-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ച സംഭവമാണ് ഈ കാണുന്നത്. ആലുവയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിച്ചതിന്റെ വീഡിയോ ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് വീടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായപ്പോൾ അദ്ദേഹം നമ്മളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ പറ്റിയാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 5-8 മാസക്കാലമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഒരു ഹൈമാസ് ലൈറ്റ് ഓൺ ആക്കുന്ന സമയങ്ങളിൽ അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞിരുന്നില്ല എൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാൻ വീണ്ടും അത് ചെക്ക് ചെയ്യാൻ പോയി. ഇങ്ങനെ ട്രിപ്പായിട്ട് വീണ്ടും ഓൺ ആക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിനായിട്ട് അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, സബ്മേഴ്സിബിളിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു RCB ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ആ RCB ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാലും പമ്പ് റണ്ണാകാത്തൊരു കണ്ടീഷൻ, അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ് ആ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഡൗട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച രാത്രി വിളിച്ചാണ് ഞായറാഴ്ച രാവിലെ ഞാൻ പോവുകയും ചെയ്തു. ഇത് ഞാൻ ഗ്രൂപ്പിൽ അറിയിച്ചാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എമർജൻസി ആയിട്ട് നോക്കാനായിട്ട് ആലുവ ഭാഗത്ത്. ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് വന്നിരുന്നു, അന്ന് പോയി നോക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമ്മൾ പോയിട്ട് അതിന്റെ മെഗർ വാല്യൂസ് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യണത്. ആ വീട്ടിൽ ചെന്നു ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കി മെഗർ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് സെറ്റ് ചെയ്തിട്ട് പോകുന്നുള്ള മെഗർ വാല്യൂസ് തന്നെ. ആ വീഡിയോസ് ഒന്നുകൂടി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം 1.5-അടുത്തുള്ള ഒരു മെഗർ വാല്യൂ, 1.5 മേളിലേക്ക് ഏകദേശം ഒരു 2 മെഗാ ഓംസിന് അടുത്ത് വരുന്ന ഒരു വാല്യൂ ആണ് ആ സർക്യൂട്ടിലുള്ള. എന്നിട്ടും ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള സംഭവങ്ങൾ നോക്കി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് 43 വോൾട്ടിനടുത്താണ് നമുക്ക് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അത് ഞാൻ രാവിലെ ചെല്ലുന്ന ഒരു 8:30-9 മണിയോട് എടുക്കുന്ന സമയത്താണ് ചെന്നത്. ആ സമയത്ത് ചെല്ലുമ്പോൾ ചെക്ക് ചെയ്യുന്ന വോൾട്ടേജ് ആണ് ഈ 43 വോൾട്ടിനടുത്ത് ഉള്ളത്. അപ്പൊ പീക്ക് ടൈമിലെ കാര്യം പറയണ്ടോ, ഞാൻ ചെന്ന സമയത്ത് ഞാൻ RCB ഓൺ ആക്കി നോക്കി കഴിഞ്ഞപ്പോൾ RCB ഹോൾഡ് ആകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പീക്ക് ടൈമിലാണ് അദ്ദേഹത്തിന് കൂടുതലും ട്രിപ്പിംഗ് ആണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഭയങ്കര ട്രിപ്പ് ഓൺ ആകുന്നേ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മെഗർ വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് പറഞ്ഞാൽ 1.24 മെഗാ ഓംസ് ആണ് വേണ്ടത്. അതിനും മേളിലേക്ക് ഉണ്ട്, 2 മെഗാ ഓംസിന് അടുത്തുള്ള വാല്യൂസ് അവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നു, മോട്ടർ എങ്ങനെ വർക്ക് ആകാതിരിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങൾ നോക്കും. ഞാൻ എന്തായാലും അവിടുത്തെ ഇപ്പോഴത്തെ ഉള്ള കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മോട്ടോർ സബ്മേഴ്സിബിൾ മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹം ഇട്ട് നോക്കിയപ്പോൾ അത് ഓൺ ആകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മൊത്തം കൺഫ്യൂഷനായി സംഭവം. നമ്മൾ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ 43 വോൾട്ടിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻപുട്ട് സൈഡിലെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്തു. മീറ്റർ ബോക്സ് സൈഡിൽ തന്നെ ഐസൊലേറ്റർ കാര്യങ്ങൾ ഓഫ് ചെയ്തു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അവിടെ ഇൻപുട്ട് സൈഡിൽ, അതായത് മീറ്ററിൽ നിന്നുള്ള ഡയറക്റ്റ് ഔട്ടിൽ 43 വോൾട്ട് ഉണ്ട്. ഉടനെ നമ്മൾ KCB വിളിച്ചു. വലിയ താമസമൊന്നും പറ്റില്ല കേട്ടോ, കാരണം ആളായതുകൊണ്ട് തന്നെ എത്രയും വേണ്ട ഒരു 10 മിനിറ്റിനുള്ളിൽ KCBയുടെ ആൾക്കാർ അവിടെ വന്നു. ഒരു OCR-ഉം അതേപോലെ തന്നെ ലൈൻമാനും കൂടി വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ച ഉടനെ അവർ വരികയും ചെയ്ത് വളരെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടാണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് പുറകെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ചെക്ക് ചെയ്ത സമയത്ത് ലൈൻമാൻ പറഞ്ഞത് ഉള്ളിലെ ഫാൾട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അകത്ത് നമ്മൾ ലൈൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളിലേക്കുള്ള ലൈൻ തന്നെ ഓഫ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ എങ്ങനെയാണ് അകത്തെ ഫാൾട്ടാകുക? അതൊന്നും ഫാൾട്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ OCR വന്നു, അദ്ദേഹത്തോട് ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോസ്റ്റിലെ പ്രശ്നമാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോസ്റ്റിലെ സർവീസ് വയറിന്റെ ലൂസ് കോൺടാക്ട് സാധ്യത അത് തന്നെയാണ്. കാരണം സർവീസ് വയറിന്റെ ലൂസ് കോൺടാക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകാനുള്ള ഒരു സാഹചര്യം വരും. അത് നമ്മുടെ ലോഡ് ഓൺ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് വരിക. ലോഡ് ഓഫ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ലൈനിൽ എഫക്ട് ചെയ്തിരിക്കുന്ന പ്രശ്നമാകാൻ സാധ്യത. അപ്പൊ എന്തായാലും അവര് പോസ്റ്റിൽ കയറി ലൈനൊക്കെ കെട്ടി. പക്ഷെ താഴത്തു നിന്ന് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 43 വോൾട്ട് തന്നെയുണ്ട്. വീണ്ടും ഡൗട്ടെ. ഇപ്പൊ നമ്മുടെ സർവീസ് വയറിന്റെ ഡാമേജ് ആണ് എന്നുള്ള രീതിയിലാണ് പിന്നീട് പറഞ്ഞത്. അപ്പൊ നമുക്കത് മാറ്റാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വന്നു. നമുക്ക് തൊട്ടടുത്ത് വീടുണ്ടല്ലോ, അവിടെയും കൂടി ചെക്ക് ചെയ്യുന്നില്ല.
തൊട്ടടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയും 43 വോൾട്ട്. അപ്പൊ നമ്മുടെ സർവീസ് വെയറിന്റെ കുഴപ്പമില്ല, KCB സെക്ഷന്റെ പ്രശ്നമാണ്. അങ്ങനെ പിന്നെ ട്രാൻസ്ഫോർ സൈഡിലേക്ക് പോയിട്ടുള്ള അവരുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് വരുന്ന വീഡിയോയിലുള്ളത്. അപ്പൊ അത് നമുക്ക് കാണാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, എങ്ങനെ ന്യൂട്രൽ വോൾട്ടേജ് ഇൻക്രീസ് ആകാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നത്തെ വീഡിയോയിലും കൂടി വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും പരിചയമുണ്ടാവും. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ട്രിപ്പിംഗ് ഇഷ്യൂ ഇവിടെ പരിഹരിക്കാൻ വന്നിട്ടുണ്ട്. വീണ്ടും ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടിട്ടാണ് നോക്കാൻ വരുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം, എന്താണ് ഇവിടുത്തെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ എപ്പോ മുതലാണ് സാർ ട്രിപ്പ് ആവാൻ തുടങ്ങിയത്? ഇന്നലെ വൈകിട്ട് സാധാരണ പോലെ തന്നെ അയമാസം ഓണായി. അപ്പൊ ഞാൻ കൊച്ചിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നുള്ളൂ. വന്നപ്പോ തന്നെ ഇത് ട്രിപ്പാണ് ഒച്ച കേട്ട്. അപ്പൊ നമുക്കറിയാം ആ സാധനം ഓഫായി, അത് ഓണാകുമ്പോ ഇത് ട്രിപ്പ് ആകുമെന്ന് അറിയാമല്ലോ. സാധാരണ പോലെ തന്നെ വന്നിട്ട് ഇതെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ നോക്കി. ഇവിടുത്തെ IR വാല്യൂ കണ്ടല്ലോ, IR വാല്യൂ നമുക്ക് 1.8 മെഗാഹെർട്സിന് മേളിലാണ്. അതേപോലെ തന്നെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നത് 40 വോൾട്ടാണ്. 40 വോൾട്ടാണ് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് വരുന്നത്. അടുത്ത ഫേസിലേക്ക് നോക്കുമ്പോൾ, എർത്ത് ടു ഫേസ് നോക്കുമ്പോൾ 203, അടുത്ത നോക്കുമ്പോൾ വരുന്നത് 265 വോൾട്ട്, അടുത്തതിലേക്ക് നോക്കുമ്പോൾ 273 വോൾട്ട് എർത്തുമായിട്ടുള്ള വോൾട്ടേജ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. കണ്ടോ, ന്യൂട്രലുമായിട്ട് വരുമ്പോൾ കൃത്യം 39-40 വോൾട്ടിനടുത്ത് വരുന്നുണ്ട്. 41 വോൾട്ട് ഇപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്നതാണ്. ഇപ്പോൾ 8:30 സമയത്ത് 9 മണി സമയത്തുള്ള വാല്യൂ ആണ്, 8:30 9 മണിക്കിടയിലുള്ള വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സീൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നു അകത്തെ ഫാൾട്ട് ആണ് എന്ന് പറയുന്നു. കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും ആ ഫ്യൂസ് യൂണിറ്റും അതേപോലെ തന്നെ മീറ്ററും കഴിഞ്ഞ് വന്നിട്ടുള്ള ഐസൊലേറ്റർ അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അകത്തെ ഫാൾട്ട് അല്ല. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റിലെ ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോസ്റ്റിൽ കയറിയിട്ട് അതിന്റെ ലൈൻ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യുന്ന വർക്കാണ് അടുത്തതായിട്ട് ചെയ്തത്. ഇത് ചെയ്തതിന് ശേഷവും നമ്മൾ താഴത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആവും. നമ്മുടെ കേബിൾ കെട്ടിയതിന് ശേഷവും നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 40 വോൾട്ടിനടുത്തുള്ള ഒരു വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ കേബിൾ ഡാമേജ് ആണ് എന്നുള്ളൊരു ഡൗട്ടാണ് പിന്നീട് വരുന്നത്. അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈൻ ചാർജ് വായിരിക്കുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ ലൈൻ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് ന്യൂട്രൽ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ഒരു സാഹചര്യം വരുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ലൈൻ ഫുൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഹൈ ആവില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർ സൈഡിൽ നിന്നോ അല്ല ലൈനിലോ ഉണ്ടായിരിക്കുന്ന അൺബാലൻസിങ്ങിന്റെ പ്രശ്നം കൊണ്ടിട്ടുണ്ട് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആണ് അവിടെ ഒരു ഇഷ്യൂ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടടുത്ത് ഒരു കണക്ഷൻ കൂടി ഉണ്ട്, ഒരു TP കണക്ഷൻ എടുത്തിട്ടുള്ള ഒരു സൈഡ് ഉണ്ട്. അവിടെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ കരുതി. അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ ഒരു എർത്തിങ് പ്രോപ്പർ അല്ലാത്തൊരു എർത്തിങ് ആണ്. TPക്ക് എടുത്തിരിക്കുന്ന എർത്തിങ് ആയതുകൊണ്ട് തന്നെ അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെയും വോൾട്ടേജ് 41 വോൾട്ടിനടുത്തുണ്ട്. എന്തായാലും ഓവർസിയർക്ക് അത് ബോധ്യമായ കാര്യം ലൈനിലുണ്ടായിരിക്കുന്ന ഫാൾട്ട് ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെക്ക് ചെയ്യാനായിട്ട് പോയി. എന്നോട് മീറ്റർ സൈഡിൽ നമ്മുടെ മീറ്റർ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് എപ്പോഴാണ് അത് ഡൗൺ ആകുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ മീറ്റർ കാര്യങ്ങൾ ഞാൻ ന്യൂട്രൽ വർത്തുമായിട്ട് കണക്ട് ചെയ്ത് DB സൈഡിൽ തന്നെ വെച്ചിരിക്കുകയാണ്. 42 വോൾട്ട് ആണ് നിലവിൽ നമുക്കിപ്പോൾ അവിടെ വരുന്നത്. എപ്പോഴാണോ ഡൗൺ ആവുന്നത് അപ്പോൾ വിളിച്ചറിയിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലൂസായൊന്നുമല്ലല്ലോ. സാറേ സ്റ്റേബിൾ ആയിട്ട് 2 വോൾട്ടിലോട്ട് മാറിയിട്ടുണ്ടേ. 2 വോൾട്ട് മാറിയിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് R ഫേസ് ഉണ്ട്, Y ഫേസ് ഉണ്ട്, ബ്ലൂ ഫേസ് ഉണ്ട്. ബ്ലൂ ഫേസ് മിസ്സിങ്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഫേസിൻ്റെ അവർ ഊരിയിട്ടുണ്ട്. ആ ഫ്യൂസ് കൊണ്ട് ഊരിയപ്പോഴാണ് ഇവിടെ 2 വോൾട്ടിൽ സ്റ്റേബിൾ ആയത്. അപ്പോൾ ആ ലൈനിൽ സംഭവിച്ചിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും. അതായത് R ഫേസിൽ സപ്ലൈ ഇല്ല, Y ഫേസിൽ സപ്ലൈ ഇല്ല, ബ്ലൂ ഫേസിൽ മാത്രമാണ് സപ്ലൈ ഉള്ളത്. ബ്ലൂ ഫേസിൽ സപ്ലൈ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ 43 വോൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ വോൾട്ടും ഹൈ ആണ്, പക്ഷെ എന്തുകൊണ്ട് 43 വരുന്നു? അതായത് കൃത്യമായിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസുലേറ്ററുകൾ ഡാമേജ് സംഭവിച്ചാലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരിക.
രവലി ഇപ്പോഴും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്, സൂം ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഹൈമാസ് ലൈറ്റ് ഓണാകുന്ന സമയത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഹൈമാസ് ആകാൻ സാധ്യതയുണ്ട്, പ്രശ്നം ഉണ്ടാകും. അവിടെ ഇപ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നത് കാണാം ആ ലൈറ്റ്. ചെറുതായിട്ട് ഇടക്കൊരു ഫ്ലിക്കറിങ് ഉണ്ടോ, ഒന്നുകൂടി സൂം ചെയ്ത് നോക്കാം. മാക്സിമം ചെറിയൊരു ഫ്ലിക്കറിങ് ഹൈമാസിൽ വരുന്നുണ്ട്. ചിലപ്പോൾ അതാകാനുള്ള സാധ്യതയുണ്ട് ചാർജ് ചെയ്യുമ്പോൾ. ഇതാണ് ആ ട്രാൻസ്ഫോർ വരുന്നത്. ഈ ട്രാൻസ്ഫോറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫ്യൂസ് യൂണിറ്റ് ഉണ്ടല്ലോ, ആ ലെഫ്റ്റ് സൈഡിലെ വലിയ ഫ്യൂസ് യൂണിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആയി പോകുന്നു. ട്രാൻസ്ഫോറിൻ്റെ എർത്തിങ് കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പിറ്റിലേക്ക് തന്നെ ഹൈ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് വരുന്നത് നമുക്ക് ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 50 വോൾട്ട് കൃത്യം ഈ പോയിന്റിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾക്ക് ഒത്തിരി അധികം ഡൗട്ട് കാര്യങ്ങളുണ്ടാവും. അത് ക്ലിയർ ചെയ്യപ്പെട്ടോ എന്നുള്ളത്. അത് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടില്ല. കാര്യം ലൈൻമാൻമാർ പോസ്റ്റായ പോസ്റ്റുകൾ മുഴുവൻ കയറിയിട്ട് അവിടുത്തെ ലൈനുകൾ കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്തു. ഓരോ വീട്ടിലേക്കുള്ള കണക്ഷൻസ് കാര്യങ്ങൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടത്തേക്ക് ഡിസ്കണക്ട് ചെയ്തു. ചില സെക്ഷനുകളിലേക്കുള്ള സംഭവങ്ങൾ ഡിസ്കണക്ട് ചെയ്തു. ഹൈമാസ് ലൈറ്റിന്റെ ഡിസ്കണക്ട് ചെയ്തു. സോഡിയം വേപ്പർ ലാമ്പുകൾ കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒത്തിരി അധികം ലൈനുകളും പാരൽ ലൈനുകളും ഒക്കെ ഡിസ്കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. ആ ട്രാൻസ്ഫോമറിന്റെ ബ്ലൂ ഫേസ് ഔട്ടിൽ നിന്ന് പോയിരിക്കുന്ന സെക്ഷനുകൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്കണക്ട് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ഏത് സെക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കൾക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, എന്തുകൊണ്ട് മറ്റു പല വീടുകളിലും RCB ട്രിപ്പ് ആകുന്നില്ല, അവിടെ മാത്രം ട്രിപ്പ് ആയത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയം തോന്നാം. കാര്യം ആ വീട്ടിൽ നമ്മൾ 2 RCB വെച്ചിട്ടുണ്ട്. അതിൽ ബ്ലൂ ഫേസിൽ തന്നെയാണ് നമ്മുടെ മോട്ടറിലേക്ക് പോകുന്ന കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിംഗിൾ ഫേസിന്റെ RCB വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് ട്രിപ്പായില്ല, ഇത് മാത്രം ട്രിപ്പായിരുന്നു? ഇത് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ആ വീട്ടിൽ വെച്ചിരിക്കുന്ന RCBയുടെ മില്ലി ആംപിയർ റേറ്റിംഗ് കുറവായിരിക്കും. ട്രിപ്പിംഗ് ആക്യുറസി കറക്റ്റ് ആയിരിക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷേ ആ ഒരു പ്രശ്നം മാറ്റിയിട്ട് നമുക്ക് വേറെ ഒരു RCB വെച്ച് എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എന്തുകൊണ്ടാണ് സോൾവ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റാൻഡേർഡ് പ്രകാരം കിട്ടേണ്ട 3 വോൾട്ട് ന്യൂട്രൽ ടു എർത്ത് വോൾട്ട് എന്ന് പറയുന്നത് KCBയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം 3 വോൾട്ട് ലെവൽ വരെ ആകാവും. അതിന് മേളിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ നമുക്കൊരു 10 വോൾട്ട് വരെയൊക്കെ സഹിക്കാം. അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്യുപ്മെന്റുകൾക്ക് ഡാമേജ് സംഭവിക്കുന്ന ഒരു സാഹചര്യം വരും. ഇത് 40 വോൾട്ട് എന്ന് പറയുന്നത് ഈ 9 മണി സമയത്തെ 40 വോൾട്ട് എന്ന് പറയുന്നത് പീക്ക് ടൈമിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 100 വോൾട്ട് ലെവലിലേക്ക് പോകും. ആ ഒരു സാഹചര്യത്തിൽ ഈ വോൾട്ടേജ് ഡ്രോപ്പ് കാര്യങ്ങൾ സംഭവിക്കും. കൃത്യമായിട്ടുള്ള ലൈൻ വോൾട്ടേജ് കുറയുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സാറ് പമ്പ് ഓൺ ചെയ്ത സമയത്ത് പമ്പ് സ്റ്റാർട്ട് ആകാതെ വരുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പുതിയ RCB മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവും. ഇതിൽ 2 സംഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, ഈ ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ഇഷ്യൂ സോൾവ് ചെയ്യപ്പെടില്ല. കാരണം ഞാൻ ഇതൊരു മറ്റൊരു RCB വെക്കുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യപ്പെടുകയോ. ബൈപ്പാസ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞു. ബൈപ്പാസ് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓർച്ചർ എന്നോട് പറഞ്ഞു ബൈപ്പാസ് ചെയ്ത് കൊടുത്താൽ അവർക്ക് കണക്ഷൻ കിട്ടും. വേണ്ട, അങ്ങനെ ചെയ്യുന്നൊരു പരിപാടി ആയിക്കോട്ടെ. ആ ട്രിപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യപ്പെടില്ല. ഇത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല, മറ്റു പല ആൾക്കാരെയും ഇത് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടിട്ടാണ് ആ RCB മാറ്റി വെക്കാതെ ഞാൻ പോന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു കേസ് കൂടി എൻ്റെ അകത്തുണ്ട്. സാധാരണപ്പെട്ട പല ആൾക്കാരുടെയും വീട്ടിലെ വൈദ്യുത ബില്ല് ഓവറായിട്ട് കൂടുതൽ സാഹചര്യം, അവർ പോലും അറിയാതെ കൂടിയ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ നമ്മൾ പല വീഡിയോസിലുമായിട്ട് കണ്ടിട്ടുണ്ട്. ഒത്തിരിയധികം ബില്ല് കയറിപ്പോയി. അതായത് 2 ബൾബുകളുള്ളവരുടെ വീട്ടിൽ വരെ ഹൈ ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സാഹചര്യം വന്നിട്ടുള്ള കേസൊക്കെ വന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യവും ഞാൻ ഇതിനകത്ത് കാണുന്നു. കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു അയ്യോ ഭാവത്തിന്റെ വീട്ടിലെ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളാണ് ഇപ്പൊ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ കിടക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രശ്നം കണ്ടുപിടിച്ച് സോൾവ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന ഒരു വലിയ ബില്ലിന്റെ പ്രശ്നം സോൾവ് ആയി കിട്ടും. ബില്ല് അടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റി കൊടുക്കാനോ ഒന്നും KCBക്ക് സാധിക്കത്തൊന്നുമില്ല. KCBയുടെ എഞ്ചിനീയേഴ്സും അതേപോലെ തന്നെ ലൈൻമാൻമാരും ഓവർസിയറും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് തന്നത്. കാര്യം നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടല്ലോ, അത് കേൾക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ എഫർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഒരു സഹകരണം കൂടി അതിനകത്ത് വേണം. അത്രയും സമയം നമ്മൾ ആ ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പരിഭ്രാന്തരായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ലൈൻമാൻമാരോടും ഓവർസിയർമാരോടും ഒക്കെ ചീത്ത പറയുന്ന ഒരു സാഹചര്യം, അവരോട് തർക്കിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു ലിമിറ്റ് വിട്ടിട്ട് അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയി. അതുകൊണ്ടിട്ട്
ആണ് ആ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിട്ടാണ് ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റാതെ വന്നിട്ടുള്ളത്. നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ട് ഇനി KSEB സെക്ഷന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവർ ക്ലിയർ ആക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും